Hi, welcome to Analysis by NRD. Today we will discuss about the topic IGNOU BA Psychology, Introduction to Psychology, second unit, second part video. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജിയിൽ ഫസ്റ്റിൽ വരുന്നതാണ് ബയോ സൈക്കോളജി. എന്താണ് ബയോ സൈക്കോളജി? അത് പേര് പോലെ തന്നെ ബയോളജി പ്ലസ് സൈക്കോളജിയാണ്. ഇതിൻ്റെ ബ്രാഞ്ച് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയറിനെ കുറിച്ചാണ്. ബയോളജിക്കൽ സയൻസും അതുപോലെ സൈക്കോളജിയും തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ബയോ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് 2-3 പോയിന്റ് നിങ്ങൾ ജസ്റ്റ് അത് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് കൂടുതലായിട്ടും ജെനറ്റിക്സിൻ്റെ ബ്രാഞ്ചൊക്കെയാണ് അതിൽ കൂടുതലായിട്ടും വരുന്നത്. സോ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്കോപ്പ് ഓഫ് സൈക്കോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമ്മളിതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം നമ്മൾ പഠിച്ചിട്ട് പോകണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. സോ ഇതിൻ്റെ ബ്രാഞ്ചുകളുടെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതിൻ്റെ ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ കോർഡിനേഷനെ കുറിച്ചും ഓർഗനൈസേഷനെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അതായത് നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് എങ്ങനെയാണ് സാധ്യമാകുന്നത്, നമ്മുടെ സെൻസേഷൻസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മൾ ഇൻഫർമേഷൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നതൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ബയോളജിക്കൽ ഓർഗൻസും അതുപോലെ നമ്മുടെ സൈക്കോളജി തമ്മിലുള്ള ഒരു എഫക്റ്റ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പഠിക്കുന്നത്. രണ്ടാമതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഹ്യൂമൻ ഇൻഫർമേഷൻ പ്രോസസിങ് എബിലിറ്റീസ് ആണ്. സോ കൊഗ്നിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജി. എങ്ങനെയൊക്കെയാണ് മെമ്മറി, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലാംഗ്വേജ്, റീസണിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. മൂന്നാമത്താണ് കമ്പാരേറ്റീവ് സൈക്കോളജി. ഇത് സ്റ്റഡി ചെയ്യുന്ന എന്തൊക്കെയാണ്, ഇത് കമ്പയർ ചെയ്യാണ് ബിഹേവിയേഴ്സിനെ. സോ ഡിഫറെൻറ്റ് സ്പീഷീസുമായിട്ട് ബിഹേവിയറിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് കമ്പാരേറ്റീവ് സൈക്കോളജി, എസ്പെഷ്യലി ആനിമൽസിലുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചില ഓതേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫീൽഡിനെ ആനിമൽ സൈക്കോളജി എന്നും പറയാറുണ്ട്. ഓക്കെ, ചില ആളുകൾ ഇതിനെ ആനിമൽ സൈക്കോളജി എന്ന് പറയാൻ കാരണം എന്താണ്, ഇത് കൂടുതലായിട്ടും ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ബിഹേവിയറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പഠനം നടക്കുന്നത്. അതായത് എസ്പെഷ്യലി ആനിമൽസിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആനിമൽ സൈക്കോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ആനിമൽസിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഈ ഒരു സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവരെന്ത് ചെയ്യും, ഒരുമിച്ച് ചേർത്തിട്ട് അതിനെ അവർ കമ്പയർ ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യും, ഹ്യൂമൻ ബിഹേവിയറായിട്ട് അപ്ലൈ ചെയ്യും. സോ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇവ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്, ഒരു വ്യക്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് എങ്ങനെയാണ് ക്യൂൻ ബി എന്ന് പറഞ്ഞാൽ തേനീച്ചകളിൽ ഒരു രാജ്ഞിയായിട്ടുള്ള ഒരു ബി ഉണ്ടായിരിക്കും. അതായത് രാജ്ഞിയായിട്ടുള്ള ഒരു തേനീച്ച ഉണ്ടായിരിക്കും. ആ ഒരു തേനീച്ചയാണ് അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്. സോ ആ ഒരു തേനീച്ചയെക്കുറിച്ചുള്ള പഠനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കർ ബീസ് എങ്ങനെയാണ് അവരോട് റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു ക്യൂൻ ബി അവരെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അതാണ് കമ്പാരേറ്റീവ് സൈക്കോളജി. ആനിമൽസിനെ വെച്ചിട്ടുള്ള ഒരു കമ്പാരേറ്റീവ് സ്റ്റഡിയാണ് അവിടെ നടക്കുന്നത്. അടുത്താണ് കൾച്ചറൽ സൈക്കോളജി. കൾച്ചറൽ സൈക്കോളജി സ്റ്റഡി ചെയ്യുന്നത് കൾച്ചർ, അതുപോലെ സബ് കൾച്ചേഴ്സ്, എത്നിക് ഗ്രൂപ്പ്, മെമ്പർഷിപ്പ്, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഈ രീതിയിലുള്ള പഠനങ്ങൾ സൈക്കോളജിസ്റ്റുകൾ നടത്തുന്നത് ക്രോസ് കൾച്ചറൽ റിസർച്ചുകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് കമ്പയർ ചെയ്യാണ് ബിഹേവിയേഴ്സിനെ, പീപ്പിൾസിനെ, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള അവരുടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഏതൊക്കെ രീതിയിലാണ് അവരുടെ ബിഹേവിയറിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയാണ് ക്രോസ് കൾച്ചറൽ റിസർച്ച് ആണ് കൾച്ചറൽ സൈക്കോളജിയിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. ഈ ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് എല്ലാ ആസ്പെക്ട്സിലുള്ള സൈക്കോളജിക്കൽ പ്രോസസ്സുകളെയാണ്. അതായത് പെർസെപ്ഷൻ, ലേണിംഗ്, മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി പഠനം നടത്തുന്നത്. ഈ ഒരു റിസർച്ച് മെത്തേഡിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റേഷൻ ആണ്. ഓക്കെ, മോർഗൻ പറയുന്ന അനുസരിച്ച് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്തിനു കൂടെ ഉപയോഗിക്കുന്നുണ്ട് സൈക്കോളജിസ്റ്റുകൾ, എക്സ്പെരിമെൻറ്റേഷന് മാത്രമല്ല എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്, മറ്റൊരു രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോളജിസ്റ്റുകൾ അതിന് ഉപയോഗപ്പെടുത്താറുണ്ട്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഡിറ്റർമൈൻ ദ എഫക്ട്സ് ഓഫ് വേരിയസ് ഗ്രൂപ്പ് പ്രഷേഴ്സ് ആണ്. അതായത് വ്യത്യസ്ത തരം ഗ്രൂപ്പ് പ്രഷേഴ്സിലുള്ളതിനും അതിനെ ഇൻഫ്ലുവൻസും ഒക്കെ ഒരു പേഴ്സണെ എത്രത്തോളം ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു എന്നതൊക്കെയാണ് എക്സ്പെരിമെൻറ്റേഷനിലൂടെ ഒരു സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി മറ്റുള്ള സബ് ഫീൽഡുകൾ പോലെ തന്നെ ചെയ്യുന്നത് പോലെയാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ചെയ്യുന്നത് പോലെ അല്ല എക്സ്പെരിമെൻറ്റേഷൻ സൈക്കോളജിയിൽ ചെയ്യുന്നത്. എക്സ്പെരിമെൻറ്റേഷൻ സൈക്കോളജിയിൽ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ പ്രോസസ്സുകളായിട്ടുള്ള ലേണിംഗ്, അതുപോലെ മെമ്മറി, തിങ്കിങ്, സെൻസേഷൻ, പെർസെപ്ഷൻ, മോട്ടിവേഷൻ, ഇമോഷൻ ആൻഡ് ദ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്.
പ്രത്യേക തരം സർക്കംസ്റ്റൻസസിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് അതിനായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, വ്യക്തികളെ കുറിച്ചാണ് സൈക്കോളജി പഠനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെരിമെൻ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ അവരെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് ഒബ്സർവേഷണൽ സ്റ്റഡിയോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയോ ഒക്കെ നടത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സർക്കംസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസുകൾ നമ്മൾ തേടി പോവുകയും ചെയ്തിട്ടാണ് അവിടെ നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അടുത്താണ് ജെൻഡർ സൈക്കോളജി. ജെൻഡർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡ് സ്റ്റഡി നടത്തുന്നത് റോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ജെൻഡർ ആണ്. ജെൻഡർ സൈക്കോളജി പ്രത്യേകമായിട്ടും സ്റ്റഡി നടത്തുന്നത് എത്രത്തോളം ജെൻഡർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് എത്രത്തോളം അവരുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ പഠനമാണ് ജെൻഡർ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. അതായത് ഇത് ട്രൈ ചെയ്യുന്ന എന്താണ്, ദ അക്വിസിഷൻ ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് ദ റോൾ ഓഫ് ജെൻഡർ ത്രൂ ഔട്ട് ലൈഫ്. അവർ ആ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റീനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അവരുടെ ഇപ്പോൾ ഒരു സ്ത്രീ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം അവർക്ക് സ്ത്രീ ആകാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കൊണ്ട് ജനിച്ച ഒരു വ്യക്തിക്ക് എത്രത്തോളം അവർക്ക് അവരുടെ പുരുഷത്വം അവർ അക്വിസിറ്റ് ചെയ്തു. പുരുഷനായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുരുഷത്വം നേടിയെടുക്കാൻ സാധിക്കില്ല. സോ അവരുടെ ജെൻഡർ എത്രത്തോളം അവർക്ക് ത്രൂ ഔട്ട് ലൈഫിൽ അത് നേടിയെടുക്കാൻ പറ്റുന്നു, അവരുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ജെൻഡർ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. അടുത്തതാണ് ലേണിംഗ് സൈക്കോളജി. ലേണിംഗ് സൈക്കോളജി പ്രധാനമായിട്ടും എന്തുകൊണ്ട് ലേണിംഗ് ഒക്കെ ചെയ്യുന്നു, എന്തുകൊണ്ട് പഠനം നടക്കുന്നു, ഈ ഒരു ഫീൽഡ് സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ലേണിംഗ് എത്രത്തോളം അവർക്ക് അപ്ലൈ ചെയ്യാനും അവരുടെ ഹ്യൂമൻ പ്രോബ്ലംസിനെ എത്രത്തോളം അവർക്ക് ഡീൽ ചെയ്യാനും സോൾവ് ചെയ്യാനും പറ്റുന്നുണ്ട് പഠനത്തിലൂടെ എന്നതിൻ്റെയൊക്കെ ഒരു പഠനമാണ് ലേണിംഗ് സൈക്കോളജി നടത്തുന്നത്. അടുത്താണ് പേഴ്സണാലിറ്റി സൈക്കോളജി. പേഴ്സണാലിറ്റി സൈക്കോളജി പ്രധാനമായിട്ടും പഠനം നടത്തുന്നത് ട്രേറ്റ്സും ഡൈനാമിക്സിനെയും കുറിച്ചാണ്. ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കുള്ള ഗുണവിശേഷങ്ങളാണ്. ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്ട്രോവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ, ഇതൊക്കെ ട്രേറ്റ്സ് ആണ്. ഓക്കെ, ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ, അതൊരു ട്രേറ്റ് ആണ്. അതുപോലെ എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി നടക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടാനും ഒക്കെ ഇഷ്ടമുള്ളവരാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ട്രേറ്റ്സ് ആണ്. അതാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ട്രേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ചിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മുന്നോട്ടുള്ള പഠനങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, സോ ഇത് സ്റ്റഡി ചെയ്യുന്ന പ്രധാനമായിട്ടും ട്രേറ്റ്സിനെയും ഡൈനാമിക്സിനെയാണ്. ഓക്കെ, ഇത് സൈക്കോളജിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയും അതുപോലെ ടെസ്റ്റേഴ്സും അതൊക്കെ അസസ് ചെയ്യുന്ന എന്താണ്, അവിടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അസസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേഴ്സണാലിറ്റി സൈക്കോളജി എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. സോ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പേഴ്സണാലിറ്റി സൈക്കോളജിക്കകത്ത്. സോ അടുത്താണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. സോ ഫിസിയോളജിക്കൽ സൈക്കോളജിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്, നമ്മുടെ ബയോ കെമിക്കൽ ചേഞ്ചസ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ള ബയോ കെമിക്കൽ ചേഞ്ചസിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പഠനം നടത്തുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്ന ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്, ബയോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ റിയാക്ഷൻസിനെയും ഒക്കെ എത്രത്തോളം അതിന് റോൾ ഉണ്ട് അല്ലെങ്കിൽ അതിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. അതായത് നമ്മുടെ സെൻസ്, നമ്മുടെ ഫീൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, തിങ്ക്. മോസ്റ്റ്ലി ദേ യൂസ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആൻഡ് ഡു ബേസിക് റിസർച്ച് ഓൺ ദ ബ്രെയിൻ. അതായത് എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു ബ്രെയിനിൽ റിസർച്ച് നടത്തുന്നത്. അതുപോലെ നമ്മുടെ ബ്രെയിൻ, നെർവസ് സിസ്റ്റം, അതുപോലെ ഫിസിക്കൽ ഒറിജിൻസ് ഓഫ് ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഓർഗൻസിനെ കുറിച്ചുമുള്ള പഠനമാണ് ഇതിൽ നടക്കുന്നത്. ഫിസിയോളജിക്കൽ സൈക്കോളജിയുടെ ഒരു പാർട്ട് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ്, അതിൻ്റെ ഒരു ബ്രോഡർ ഫീൽഡ് തന്നെയാണ് എന്ത്, ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോ ന്യൂറോബയോളജി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടും സ്റ്റഡി നടന്ന നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അടുത്താണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ആണ്. നമ്മുടെ പെർസെപ്ഷനിൽ എത്രത്തോളം നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, അത് എത്രത്തോളം നമ്മളെ പെർസെപ്ഷനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നു, പെർസെപ്ഷനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെയാണ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി സ്റ്റഡി നടത്തുന്നത്. ഈ സൈക്കോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് മെക്കാനിസംസ് ഓഫ് സെൻസേഷൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെന്റൽ തിയറീസ്, നമ്മുടെ പെർസെപ്ഷൻ, അതുപോലെ നമ്മൾ മിസ്പെർസെപ്ഷൻ. അതായത് മിസ്പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്യൂഷൻ ആണ്. അതായത് നമ്മൾ കാണുന്ന കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പം നമുക്ക് തോന്നും അത് അങ്ങനെയാണ്, പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന സമയത്ത് ഒരുപാട് ദൂരെ നിന്ന് നമുക്ക് കാണുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ തോന്നും.
പക്ഷേ നമുക്ക് കാണുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല. അതാണ് മിസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർസീവ് ഡെപ്ത്, നമ്മൾ എത്രത്തോളം ഡെപ്തിൽ പെർസീവ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് നമ്മുടെ പെർസെപ്ഷൻ എത്രത്തോളം ചേഞ്ച് ആവുന്നു എന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പെർസെപ്ഷൻ സൈക്കോളജി, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി സ്റ്റഡി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ചേഴ്സ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഒരുപാട് ലോസും നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസും അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, അതുപോലെ നമ്മുടെ വിഷ്വൽ വേൾഡിനെ കുറിച്ച് മീനിങ് ഫുൾ വേയിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്താണ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഹ്യൂമണും അതുപോലെ സോഷ്യൽ ബിഹേവിയറും ആണ്. സോഷ്യലുമായിട്ട് നമ്മുടെ ഹ്യൂമൻ്റെ ബിഹേവിയറും എത്രത്തോളം അതിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സോഷ്യൽ സൈക്കോളജിക്കകത്ത് പഠിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ഓരോ വ്യക്തികൾക്കും ആറ്റിറ്റ്യൂഡ്സ് എത്രത്തോളം മാറ്റമുണ്ട് സോഷ്യലി, അബൌട്ട് കൺഫേമിറ്റി, പെർസ്വേഷൻ, പ്രിജുഡൈസ്, ഫ്രണ്ട്ഷിപ്പ്, അഗ്രഷൻ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇത് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആണ്. അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത്, അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്, മറ്റുള്ളവരുമായിട്ട് എത്രത്തോളം അവർ അഡാപ്റ്റ് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് സോഷ്യൽ സൈക്കോളജിക്കകത്താണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, ഓരോ വ്യക്തികളും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, അതുപോലെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളെയും ഇൻഫ്ലുവൻസ്ഡ് ആക്കാറുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചില ആളുകളെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യിക്കും അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും, അല്ലേ? ഇതൊക്കെ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ നടക്കുന്നതാണ്. സോ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി പെർസീവ് ചെയ്യുന്നത് മറ്റുള്ളവരെ, അവരെന്തൊക്കെ പറഞ്ഞാൽ അവരെ എന്തൊക്കെ രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അതിനോട്, അതുപോലെ അവരുടെ ബിഹേവിയർ, മറ്റുള്ളവരുമായിട്ടുള്ള സൊസൈറ്റിയോട് അവരുടെ ബിഹേവിയർ എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ്. ചില ആളുകൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, അതിന് കാരണം എന്താണ്? ചില ആളുകൾ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും, അതിന് കാരണം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ, സോഷ്യോളജിസ്റ്റുകളും അതുപോലെ സോഷ്യൽ സൈക്കോളജിസ്റ്റുകളും അവരുടെ റിസർച്ച് ഇൻട്രസ്റ്റ് ഓവർലാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ കൂടുതലായിട്ടും ഡെവലപ്പ് ആവുന്ന ചില മേഖലകളും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രാക്ഷനും, ഓരോ വ്യക്തികളും എത്രത്തോളം സൊസൈറ്റിയിൽ ഇൻവോൾവ് ആണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ പഠിക്കുന്നുണ്ട്. ചില സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഓരോ വ്യക്തികളും ഇൻട്രാക്റ്റഡ് ആണ്, അതായത് ഫാമിലി അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇങ്ങനെയുള്ളതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതൊക്കെ ആയിട്ട് എത്രത്തോളം ആ ഒരു ഇൻഡിവിജ്വൽ കൺസേൺഡ് ആണ്, അല്ലെങ്കിൽ അതിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അതിലേക്ക് എന്നതൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജിയിൽ പ്രധാനമായിട്ടും ഈ ഒരു ഫീൽഡ് എംഫസൈസ് ചെയ്യുന്നത് ഡയഗ്നോസിസും അതുപോലെ കോസും ട്രീറ്റ്മെൻറ്റ് ഓഫ് സർവീസുകളും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും ഇമോഷണൽ ട്രബിൾസും ഒക്കെയാണ്. ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുക, അതാണ് ഡയഗ്നോസിസ്. അതിൻ്റെ കാരണം എന്താണ്, അതാണ് കോസസ്. ആൻഡ് ട്രീറ്റ്മെൻറ്റ്, നമ്മൾ അതിന് അപ്ലൈ ചെയ്യുന്നതാണ് ട്രീറ്റ്മെൻറ്റ്. സിവിയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും ഇമോഷണൽ ട്രബിൾസും എല്ലാം ഉണ്ടാവും. സോ അതിനൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ഡയഗ്നോസിസും കോസസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും അതുപോലെ സൈക്യാട്രിക്കും രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സൈക്കോ തെറാപ്പി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്ലിനിക്സിൽ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ ബിലോങ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലാണ്, പ്രൊഫഷണൽസിലാണ്. അതായത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അത് വേസ്ഡ് ഡയഗ്നോസിസും അതുപോലെ ട്രീറ്റ്മെൻറ്റും ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. സൈക്യാട്രിസ്റ്റ് ആർ ഫിസിഷ്യൻസ് ആണ്, സൈക്യാട്രിസ്റ്റുകൾ ഫിസിഷ്യൻസ് ആണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ മെഡിക്കൽ സ്റ്റഡീസ്, അവരുടെ MBBSന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, ഡോക്ടറൽ മെഡിസിനിൽ MD എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൈക്യാട്രിയും സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ മെൻ്റൽ ഡിസോർഡേഴ്സിന്. വെറാസ് ദ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന മാസ്റ്റർ ഡിഗ്രി, അതായത് MA അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി, ഡോക്ടറൽ ഫിലോസഫി PhD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈക്കോളജിയിൽ PhD എടുത്താലോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്താലോ MScയോ ഒക്കെ എടുത്താലോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ്ങിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മെഡിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കില്ല, അവർക്ക് ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യാനൊന്നും പറ്റില്ല ടു ട്രീറ്റ് ബിഹേവിയറൽ ഡിസോർഡർ. ബിഹേവിയറൽ ഡിസോർഡേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് നടത്താൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് സൈക്കോ തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഒരിക്കലും ഓതറൈസ്ഡ് പ്രിസ്ക്രൈബ് ഡ്രഗ്സ് ടു ട്രീറ്റ് ബിഹേവിയർ ഡിസോർഡർ. സോ ബിഹേവിയർ ഡിസോർഡേഴ്സിന് അവർക്ക് ഒരിക്കലും ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ആസ് ദേ ഡു നോട്ട് ഹാവ് മെഡിക്കൽ ട്രെയിനിങ്. അവർക്ക് മെഡിക്കൽ ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മെഡിസിൻസ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ കൂടുതലായിട്ടും സ്റ്റഡി നടത്തുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. സ്കോപ്പ് ഓഫ് സൈക്കോളജിയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ടാണ്. സോ നമുക്കിതിൻ്റെ ബാക്കി സബ് ഫീൽഡുകളെ കുറിച്ചും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്കോപ്പ് ഓഫ് സൈക്കോളജിയിൽ വരുന്ന ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.